ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബോളക സീരിയലിലെ 18 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ സിനിമാ താരം ആരെന്ന് പറഞ്ഞു കഴിഞ്ഞു. അജു വർഗീസ് ആണ് ആ പ്രശസ്ത സിനിമാ താരം. അതായത് നമ്മുടെ സുമിത്രയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആ സിനിമാ താരമാണ് അജു വർഗീസ് ആണ്. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് വേദികയും സിദ്ധാർത്ഥും ഫിലിം സ്റ്റാറിന്റെ മാനേജറിനോട് കമ്പനി ഉദ്ഘാടനത്തിന് ഫിലിം സ്റ്റാറിനെ കൊണ്ടുവരുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. സുമിത്ര നൽകുന്നതിനേക്കാൾ 2 ലക്ഷം രൂപ കൂടുതൽ തരാമെന്നും ആ 2 ലക്ഷം രൂപ മാനേജറിന് ഉള്ളതാണെന്നും പറയുമ്പോൾ അദ്ദേഹം കമ്പനി ഉദ്ഘാടനത്തിന് ഫിലിം സ്റ്റാർ വരുമെന്നതിന് ഉറപ്പ് നൽകുന്നു. സന്തോഷത്തോടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേദികയോടായിട്ട് സിദ്ധാർത്ഥ്, 7 ലക്ഷം അല്പം കൂടുതലല്ലേ വേദിക, നിങ്ങൾക്ക് സുമിത്രയെ തോൽപ്പിക്കണ്ടേ? സുമിത്രയുടെ കടയുടെ ഉദ്ഘാടനം മുടക്കണ്ടേ നിങ്ങൾക്ക്? സിദ്ധാർത്ഥ്, അതെ, അതുകൊണ്ടല്ലേ കമ്പനി ഉദ്ഘാടനത്തിന് അതേ തീയതിയും അതേ സമയവും അതേ താരത്തെ അറേഞ്ച് ചെയ്തത്. വേദിക, എങ്കിൽ കുറച്ച് പൈസ ഇറക്കേണ്ടി വരും. അടുത്ത ഭാഗത്തില് സുമിത്ര അച്ഛന് ആഹാരം കൊടുത്ത ശേഷം മെഡിസിൻ കൊടുക്കുന്നു. അച്ഛൻ സുമിത്രയോട് ചോദിക്കുന്നു, മോളെ, നിനക്കും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചൂടെ? പ്രതീഷും അനന്യയും അനിരുദ്ധും ശീതളും ആഹാരം കഴിക്കുന്ന ചൂണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. സുമിത്ര, വേണ്ടച്ചാ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതേ സമയം പ്രതീഷ് അനന്യയോടായിട്ട്, അനന്യച്ചിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചോ കട ഉദ്ഘാടനത്തിന്? അനന്യ, അവർ തായ്ലൻഡിലാ, അതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റില്ല. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുമിത്ര അനിരുദ്ധിനോടും ശീതളിനോടുമായി, മക്കളെ, നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. അനിരുദ്ധ്, എനിക്ക് ആരെയും വിളിക്കാനില്ല. അനന്യ ശീതളിനോടായി, ശീതൾ, നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ടെങ്കിൽ വിളിക്ക്. സുമിത്ര ആൻറ്റിക്ക് ഒരു ഫിലിം സ്റ്റാറിനെയൊക്കെ കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന് അവരും അറിയട്ടെ. പ്രതീഷ്, അത് ശരിയാ, അങ്ങനെയെങ്കിൽ അമ്മയെക്കുറിച്ച് ഇവൾക്കൊരു അഭിമാനം ഉണ്ടാവട്ടെ. ശീതള്, ഞാൻ ആരെയും വിളിക്കുന്നില്ല. ഇനി ഫിലിം സ്റ്റാർ വരാറുന്നിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എനിക്ക് നാണം കെടാൻ. എനിക്ക് വയ്യ അതിന്. സുമിത്ര, ഫിലിം സ്റ്റാർ വരില്ലെന്നോർത്ത് നീ വിഷമിക്കണ്ട. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് വരാമെന്ന്. സരസിയമ്മ, ഓ പിന്നെ, സുമിത്രയുടെ വാക്ക് കേട്ട് ഫിലിം സ്റ്റാർ വരാൻ പോവുകയല്ലേ? ഇപ്പോഴും ഫിലിം സ്റ്റാർ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഇവിടെ ഉള്ളവർ. അവസാനം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാനുള്ള പരിപാടിയാ. ശിവദാസ മേനോൻ സരസ്യമ്മയുടെ ഈ വാക്കേട്ട് സരസ്യമ്മയെ ശകാരിക്കുന്നുണ്ട്. ഇതേസമയം സിദ്ധാർത്ഥ് അങ്ങോട്ട് വരുന്നു. സിദ്ധാർത്ഥ് സുമിത്രയോടായിട്ട്, നീ എന്നെ നിന്റെ കടയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലേ? ഐ എം റിയലി സോറി, എനിക്ക് വരാൻ കഴിയില്ല. എൻ്റെ കമ്പനിയുടെ ഉദ്ഘാടനവും സെയിം ഡേറ്റ് ആണ്. ഞാൻ ഹെഡ് ഓഫീസിൽ പറഞ്ഞു നോക്കിയെങ്കിലും ഫലം ഉണ്ടായില്ല. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുക. 30-ാം തീയതി 11 മണിക്കാണ് ഉദ്ഘാടനം. എല്ലാവരും എത്തണം. ശീതള്, ഫിലിം സ്റ്റാർ ആണോ അച്ഛാ? സിദ്ധാർത്ഥ്, അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല മോളെ. സരസ്യമ്മ, സുമിത്രയുടെ കട ഉദ്ഘാടനം ചെയ്യുന്നതിലും വലിയ ഫിലിം സ്റ്റാർ വരണം പോനെ നിന്റെ കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ. ശേഷം കാണിക്കുന്നത് വേദിക ശീതളിനെ ഫോണിൽ വിളിച്ച് തങ്ങളുടെ കമ്പനി ഉദ്ഘാടനത്തിന് ഉറപ്പായും വരണമെന്നും ഫിലിം സ്റ്റാർ തന്നെയാണ് ഉദ്ഘാടനത്തിന് വരുന്നതെന്നും പറയുന്നു. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി ശീതൾ ഉറപ്പായും വരണമെന്ന് പറയുമ്പോൾ ശീതൾ ആകെ പെട്ട അവസ്ഥയിലാകുന്നു. ഫോൺ കട്ട് ചെയ്ത ശേഷം വേദിക മനസ്സിലോർക്കുന്നു, ആ വീട്ടിലുള്ളവരെ ഞാൻ 2 ചേരിയിലാക്കും. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥം വേദികയും പുതിയ കമ്പനിയിലേക്ക് പോകുന്നു. അവിടെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ആർക്കെയായിരുന്നു ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ ഏറ്റെടുത്തിരുന്നത്. സിദ്ധാർത്ഥം വേദികയും ഉദ്ഘാടന ഒരുക്കങ്ങളിൽ സംതൃപ്തരായി അകത്തേക്ക് പോകുമ്പോൾ ആർക്കെയെ കാണുന്നു. ആർക്കെ സിദ്ധാർത്ഥിനോടായിട്ട്, സർ, നമ്മുടെ കമ്പനി ഉദ്ഘാടനത്തിന്റെ സെയിം ഡേറ്റും സെയിം ടൈമും ആണല്ലോ സാറിന്റെ ഭാര്യയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിനും. മാത്രവുമല്ല, അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അതേ ഫിലിം സ്റ്റാർ തന്നെയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് നടക്കുമോ സാർ? വേദിക, നടക്കും. കാരണം അദ്ദേഹം അവർക്ക് വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളുടെ കമ്പനി ഉദ്ഘാടനത്തിന് എത്താമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ്, ഫിലിം സ്റ്റാറിന്റെ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കി പുറത്തു വെക്കണം. നാളെ കിട്ടും സാർ ഫ്ലെക്സ്. അടുത്ത ഭാഗത്തില് സ്വന്തം വീട്ടിൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായി ഓട്ടോയിൽ വന്നിറങ്ങുന്ന സുമിത്രയാണ്. സുമിത്രയുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് കേട്ട് സരസിയമ്മയ്ക്കും ദിബുവിനും സന്തോഷമാകുന്നു. കുറച്ചു നേരത്തെ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് സുമിത്ര തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. തങ്ങൾ രാവിലെ തന്നെ ഉദ്ഘാടനത്തിന് എത്തിക്കൊള്ളാമെന്ന് ദീപു ഉറപ്പ് നൽകുന്നുണ്ട്. വന്ന ഓട്ടയിൽ തന്നെ തിരിച്ചു പോകാൻ ഇറങ്ങിയ സുമിത്ര ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് കുടുംബാംഗങ്ങൾക്ക് കൈകൊണ്ട് ബായ് പറയുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.